ഞാൻ തുടങ്ങട്ടെ കുട്ടികളെ? എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുമോ? ഞാൻ എല്ലാവരെയും നോക്കും, നിങ്ങൾ എന്നെ മാത്രമേ നോക്കണ്ടൂ. അപ്പോൾ ശ്രദ്ധ ഇട്ടുകളയരുത്. അത് വിചാരിച്ച് വിഷമിക്കരുത്. ഇങ്ങനെ ഇരുന്നാൽ മതി. ചെവിയുടെ ഉള്ളിൽ ശബ്ദം വന്ന് വീണോളും. അവിടുന്ന് ബുദ്ധിയുടെ തലത്തിലേക്ക് ചെന്ന് മനസ്സിലായിക്കോളും. പക്ഷേ കളിക്കുകയും പിടിക്കുകയൊന്നും വരുത്. ഇരിക്കാൻ പറ്റില്ലേ? ഓ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗതിദമഹൃദാദ്വ്യാപ്യ സർവം സ്ഥിതോ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. ശബ്ദം കൂട്ടാൻ പറ്റും. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധക. ഹരി 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 ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു. നമുക്ക് ആദ്യമായിട്ട് ഒരു 3 തവണ എല്ലാവരും കൂടി ഓംകാരം ജപിക്കണം. എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ജപിക്കണം. എനിക്ക് മുമ്പിലത്തെ മാതിരി ഇപ്പം സംസാരിക്കാൻ അത്ര ഒരു സ്വാധീനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊണ്ട കൂട്ടാക്കണില്ല. ഇപ്പം എൻ്റെ പോരാത്ത ശബ്ദമൊക്കെ നിങ്ങളെല്ലാവരും കൂടി അസ്സൽ തൊണ്ടയോട് കൂടി അസ്സലായിട്ട് ജപിക്കണം. ഈ ജപത്തിൻ്റെ ഉദ്ദേശം നമ്മളുടെ ഈ കൂട്ടജപം ഉണ്ടല്ലോ, ഓംകാരം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ജപം, അത് ഭൂമി മുഴുവനും വ്യാപിക്കണം. വ്യാപിച്ചിട്ട് അതിൻ്റെ അനുഗ്രഹ വർഷങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും ചൊരിയണം. അങ്ങനെയുള്ള ഒരു വിചാരം, ഒരു ചിന്ത, അങ്ങനെയുള്ള ഒരു ഭാവം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കട്ടെ. അത് ഉദിക്കുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഭൂതലത്തോളം വികസിക്കും. നല്ലോണം മനസ്സിലായില്ലേ? ആദ്യമായിട്ട് 2 കൈയും കോർത്ത് മടിയിൽ വയ്ക്കും. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കും. ചാരിയിരിക്കണ്ട, ചാരിയിരിക്കരുത്. കഷ്ടപ്പെടാതെ നിവർന്നിരിക്കുക. കൈ കോർത്ത് മടിയിൽ വയ്ക്കുക. പിന്നെ കണ്ണടയ്ക്കുക. എന്നിട്ടോ മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കണം. മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കണം. ദാ ദാ ഓ പോരല്ലോ. 10-70 കുട്ടികളില്ലേ ഇവിടെ? നിങ്ങളുടെ ശബ്ദം എനിക്കും കൂടി കേൾക്കാൻ വയ്യ. ഒന്ന് നല്ലോണം ജപിക്കാൻ. ഇതാ ഓ കുറെ നന്നായി. മുഴുവനായില്ല, മുഴുവനാവട്ടെ. ഇതാ ഓ ഹരി ഓം തസ്സത്. ജയ ഗുരു. ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ സാധാരണ പറയാറുള്ളത്, നിങ്ങളൊക്കെ പല ഗൃഹങ്ങളിലും
ജനിച്ച അമ്മയും അച്ഛനും കൂടി വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികളാണ്. അവർക്ക് നിങ്ങളെ നോക്കിയാൽ ഉള്ളതിനേക്കാൾ അധിക സന്തോഷമുണ്ട്. എന്നാൽ അവരെ മാതിരി പെറ്റിട്ടും വളർത്തിയിട്ടും ഇല്ല ഞാൻ. പക്ഷെ അവർക്ക് കിട്ടുന്നതിലേറെ സന്തോഷവും സാഫല്യവും എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ മുമ്പിൽ ആദ്യമായി അറിയിക്കുന്നു. ഈ സഭാനികേതൻ നൈമിഷാരണ്യത്തിൽ പാർലിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ കൊല്ലം 2022 ഡിസംബർ 23-നാണ്. കഴിഞ്ഞ കൊല്ലം 21ാം വാർഷിക ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമായിരുന്നു. അപ്പോൾ 20 കൊല്ലം ഈ നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം വാർഷികമായി 8ഉം 10ഉം ദിവസങ്ങളിലായി നടത്തി വരുന്നു. അതിൻ്റെ 21ാമത്തെ കൊല്ലത്തിലാണ് എല്ലാവർക്കും വേണ്ടതുപോലെ വന്നിരിക്കാനും ആഹാരം കഴിക്കാനും എല്ലാം പറ്റിയ തരത്തിൽ സൗകര്യമുണ്ടാവണം. അല്ലെങ്കിൽ പൊടിയും പടലവും ഒരടി താന്നാൽ ആ അരി നമ്മുടെ ഈ നൈമിഷാരണ്യമുണ്ടല്ലോ, അവിടെ ഒരടി താന്നാൽ വെള്ളമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചാണ് ഈ സഭാനികേതൻ നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചത്. അതിന് കൊറോണ കുറച്ച് ഇടപെട്ടത് കൊണ്ട് ഉദ്ദേശമായി നീങ്ങാൻ പറ്റിയില്ല. എന്നാലും 2 കൊല്ലം 2.5 കൊല്ലം മുമ്പ് ഞങ്ങളതിൽ ഇതേ ഹാളിൽ ഈ മാതിരി പണി മുഴുവനാകുന്നതിന് മുമ്പ്, എന്നാൽ മോൾ ഭാഗമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഞങ്ങൾ ഒരു സത്രം നടത്തുകയുണ്ടായി. ആ സഭാനികേതൻ പണി കഴിഞ്ഞ് അതിപ്പോൾ തയ്യാറായപ്പോൾ ഒരു വിശേഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, മറ്റത് താത്കാലികമായി ഒരു പന്തലിട്ട് ആ പന്തലിലായിരുന്നു ഇവിടെ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ പന്തൽ എപ്പോഴും അവിടെ ഉണ്ടാവില്ല, അത് പൊളിച്ചു മാറ്റും. ഇപ്പം നമുക്ക് 365 ദിവസങ്ങളും ലഭ്യമാകുന്ന ഒരു ഹാളുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ വാർഷികമായി നടത്തുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം അത് അതേപോലെ നടക്കട്ടെ, കൂടുതൽ സൗകര്യത്തോടു കൂടി. പക്ഷേ അതല്ലാത്ത സമയങ്ങളിലും ഈ സഭാനികേതൻ നമുക്ക് ലഭ്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ പൈതൃക പാരമ്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിന് വേണ്ടത്ര ഊന്നൽ കൊടുത്തുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ആ സംസ്കാരം ഉൾക്കൊള്ളാൻ സാധിക്കണം. അവർക്കതിനെ അതിനായി ആവേശപ്പെടുത്താൻ, ആരായാലും ഇവിടെ വന്നാൽ വലിയൊരു നേട്ടം നേടിയിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലുള്ള പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാനുള്ള ഒരു അവസരവും ഒരു നിലയ്ക്ക് നിർബന്ധവും പ്രേരണയുമായി. അതിലെ ആദ്യമായി നടത്തുന്ന പരിപാടിയാണ് ഇതിനു മുമ്പും നിങ്ങളോട് പറഞ്ഞത് മാതിരി നിങ്ങളുടെ ഈ വരവ്. അപ്പം ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ കുട്ടികളെല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്, ഞങ്ങൾ ഇത്തവണ നൈമിഷാരണ്യത്തിലേക്ക് പോയി പാർലിക്കാട് നൈമിഷാരണ്യത്തിൽ സഭാനികേതനിൽ ഇരുന്നു. ഒരു ശിബിരം നടക്കുകയുണ്ടായി അവിടെ, ശ്രീശുഗീയം എന്ന പേരിൽ. വിജയമേനും ഞാനും കൂടി സംസാരിച്ചു. പക്ഷേ എനിക്ക് ചില സമയത്ത് ചില താമസങ്ങളൊക്കെ നേരിട്ടു. എന്താ നമുക്കിതിനൊരു പേര് കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വ്യാസദേവൻ്റെ ശ്രീമദ് ഭാഗവതമാണ് മുഖ്യമായി. അപ്പോൾ ഇത് വാസ്തവത്തിൽ എന്താ, നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഭാഗവതം എന്ന് പറയുമ്പോൾ എന്താണെന്നൊരു പക്ഷേ നിങ്ങൾക്കറിയില്ല. എന്താ വാസ്തവത്തിൽ വേദവ്യാസൻ തന്നെ പറയണത് ഇത് വലിയ ഒരു രസമാണ്, രസാലയവും കൂടിയാണെന്നാണ്. അപ്പം ഞാൻ മനസ്സിൽ തോന്നി വ്യാസരസാലയം എന്ന് പേരിടാമെന്ന്. പക്ഷേ ഞാനത് വിജയമേനെ അറിയിപ്പിക്കുമ്പോഴേക്കും കാര്യങ്ങൾ അച്ചടിച്ച് കഴിഞ്ഞു. ഇത് ശുഗീയവും തന്നെ വ്യാസരസാലയവും തന്നെ, രണ്ടും ശരിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രസമാണ്. നല്ലൊരു മാമ്പഴം അല്ലെങ്കിൽ തേൻ വരിക്ക ചക്ക, ആ ചൊള വായിലിട്ടാൽ എന്തുണ്ടാവോ അതേമാതിരി ഒരു രസമാണ് ശ്രീമദ് ഭാഗവതം വേണ്ടതുപോലെ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ. അതിനെക്കുറിച്ച് ആലോചിച്ചാലും വലിയ രസമാണ്. ഇവിടെ കുട്ടികൾ 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാവർക്കും ഒരുപോലെ ശ്രദ്ധിക്കാവുന്ന തരത്തിൽ സംസാരിക്കാൻ എളുപ്പത്തിൽ ആർക്കും സാധിച്ചു എന്ന് വരില്ല. കുട്ടികളാണല്ലോ,
ചില വിഷയങ്ങൾ പറയുമ്പോൾ അവർക്കത് അകൽച്ച തോന്നാം. മുതിർന്നവർക്ക്, കുട്ടികൾക്ക് മാത്രമായിട്ട് സംസാരിച്ചാൽ അല്പം മുതിർന്നവർക്ക് വിഷമം തോന്നാം. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയട്ടെ? തലകുലുക്കി പറയേൻ, നീ വേണ്ടാന്ന് പറയൂ. മിണ്ടാതെ ഉറക്കം തൂങ്ങിയിരുന്നാൽ പറ്റില്ല. ഒരു കാര്യം പറയട്ടെ? അഖില ലോകാടിസ്ഥാനത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സത്യമാണ്. വിദ്യാമേഖലയിൽ, വിദ്യാലയങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്നവരുടെ കാര്യത്തിൽ ആദ്യത്തെ 4 ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണത്രേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർണായകമായിരിക്കുന്ന പഠിപ്പ്. കേട്ടോ നിങ്ങൾ? കേട്ടോ? 1, 2, 3, 4 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പഠിപ്പുണ്ടല്ലോ, ആ പഠിപ്പാണ് ആ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം മുഴുവൻ രൂപപ്പെടുത്തുന്നത്. ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇവിടെ ചെറിയ കുട്ടികളും വന്നത് നന്നായി, വലിയ കുട്ടികളും വന്നത് നന്നായി. അങ്ങനെ ഒരു മിശ്രണമാണ് നമുക്കിവിടെയുള്ളത്. ആ കുട്ടികളെ വേണ്ടതുപോലെ പഠിപ്പിച്ച് അവർക്ക് രസവും രസാലയവും ശുചിയും ഒക്കെ ഒരളവ് വരെയെങ്കിലും അനുഭവിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇത് നടത്തുന്ന അധ്യാപകന്മാർക്കും ബന്ധപ്പെട്ടവർക്കുമല്ല. സ്കൂൾ പഠനം നിങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ആ സ്കൂൾ പഠനത്തിൽ എന്താ നടക്കുന്നത്? നമ്മളിവിടെ നടത്തുന്ന ഒരു ശിബിരവാരമാണ്, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ശിബിര. ആ ശിബിരത്തിൽ നിങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ബുദ്ധിയോടുകൂടി, പൂർണ്ണ ദേഹത്തോടു കൂടി പങ്കെടുക്കണം. നിങ്ങളിവിടെ കളിക്കും വേണം. കളി വളരെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ? കേൾക്കുമോ? ഞങ്ങളുടെ ആശ്രമത്തിൽ, നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലയിലും ഓരോ വനിതാ പോലീസ് സ്റ്റേഷൻ ഉണ്ടത്രേ. ഞാൻ ഇന്നാളാണ് അറിഞ്ഞത്. അതിൽ തൃശ്ശൂർ ജില്ലയിലെ വനിതാ പോലീസ് സ്റ്റേഷൻ ഇരിഞ്ഞാലക്കുടയിലാണ്. അതിൻ്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനയ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് കുറേ നേരം സംസാരിച്ചു, ചിലതൊക്കെ എഴുതിയെടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്താ എന്ന് വെച്ചാൽ, സ്വാമിജി, നമ്മുടെ രാജ്യത്തിലെ സ്ത്രീകൾ, വനിതകൾ, പെൺകുട്ടികൾ, അവർക്ക് വേണ്ടതുപോലെ അവരുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ഭാവങ്ങളും വികാരങ്ങളും പ്രകടമാക്കാൻ സാധിക്കുന്നില്ല പുരുഷന്മാരെ പോലെ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ജില്ലയിൽ ഒരു സ്റ്റേഷൻ വീതം വനിതാ പോലീസ് സ്റ്റേഷൻ ഇവിടെയുണ്ട്. ഈ കാര്യം മനസ്സിലാക്കി ഞാൻ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്ത്രീകളുമായി ഇടപെട്ട് സംസാരിച്ച് പലതും ചെയ്ത് നടത്തിക്കൊണ്ടുവരികയാണ്. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ പെൺകുട്ടികളെ കളിപ്പിക്കണം എന്നാണ്. കളിപ്പിക്കണം. ആൺകുട്ടികളെ പോലെ കളിക്കുന്നവരല്ല അവർ. പക്ഷേ ഈ കളി എന്ന് പറഞ്ഞാൽ അതൊരു വിനോദവും നേരം പോക്കുമായിട്ടുള്ള കാര്യങ്ങളല്ല. മനുഷ്യനിൽ പ്രതിരോധം പരിശീലിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കളിയെന്ന്. കേട്ടോ നിങ്ങൾ? കേട്ടോ? പ്രതിരോധം. ഒരാൾ പന്തടിച്ച് എതിർഭാഗത്ത് നിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മാറും കയ്യും കാലും കൂടി പോയി കാലുകൊണ്ട് തടുക്കാൻ നോക്കും. പൊന്തി വന്നാൽ ബട്ട് ചെയ്യും. ഇടതും വലതും അടിക്കും. എപ്പോഴും നമ്മുടെ വിചാരം അവളെ കവിച്ചു വെട്ടി ഗോളടിക്കണമെന്നാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഗോളടിച്ചിട്ടുണ്ട്. വലിയ കളിക്കാരനൊന്നുമല്ല. അത് പെനൽറ്റി ബോക്സിന് ഉള്ളിൽ കടന്നിട്ട് ഒരു ഗോളടിച്ചു. അപ്പോൾ അവർ കളിയെപ്പറ്റി പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നിപ്പോയി. ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ ഒരു എഴുതെഴുതണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വലിയൊരു കാര്യമാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. കളി എന്ന് പറയുന്നത് ആവശ്യമാണ്. എന്നിട്ട് പോവാൻ കാലത്ത് പറഞ്ഞു, ഈ കളിക്കാനായി പലരോടും ഞാൻ പ്രേരണ നൽകാറുണ്ട്, പ്രേരിപ്പിക്കാറുണ്ട്. പക്ഷേ അവർക്ക് ഫുട്ബോളൊന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാമിജി ഒരു 10 ഫുട്ബോൾ ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും കളിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഭാവനയുണ്ടല്ലോ, ആ ഭാവനയും ഉൾപ്പെടുത്തി 1 or 2 പേജോ ഉള്ള ഒരു എഴുത്ത് എഴുതി തരൂ. ആ എഴുത്ത് കിട്ടിയാൽ വേണ്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞ് ആ എഴുത്ത് അവർ അയച്ചു. വളരെ ഭംഗിയായി എഴുത്ത് അയച്ചു. അത് കഴിഞ്ഞ് 10 ഫുട്ബോൾ മേടിച്ച് അവരോട് വരാൻ പറഞ്ഞു, കൊണ്ടുപോകാനും പറഞ്ഞു. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ
ഏറ്റവും അധികം സന്തോഷിച്ച മനുഷ്യൻ ഭൂലോകത്ത് ഭൂമാനന്ദ സ്വാമിയാണ്. അപ്പം നിങ്ങളെല്ലാവരും കളിക്കണം, കളിക്കണം, കളിക്കണം. കളി നേരം പോക്കിനല്ല, തുള്ളാനും ചാടാനും അല്ല, മനസ്സിനെ മെരുക്കിയെടുക്കാനാണ്. അവർ പല സ്ത്രീകളുമായി സംസാരിച്ച് പലതൊക്കെ ചെയ്ത് പ്രതിരോധത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ഭർത്താവ് അടിക്കാൻ വന്നു അത്രേ. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു? ചെയറെടുത്ത് അങ്ങോട്ട് പൊക്കിയത്. അതോടുകൂടി ഭർത്താവിൻ്റെ എല്ലാം തകർന്നു, എല്ലാം തകർന്നു. അപ്പോൾ നമ്മളെ സ്ത്രീകൾ പെറ്റുണ്ടാവുന്ന കുട്ടികളെ എവിടെയുള്ളൂ, പുരുഷന്മാർ പെറാറുമില്ല, അവർക്ക് കുട്ടികളും ഉണ്ടാവില്ല. അപ്പോൾ സ്ത്രീകളെ ഉൾപ്പെടുന്നതായ ഒരു സമാജത്തിൽ അവർക്ക് നല്ല മതിപ്പും മാനവും നൽകി നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അവർക്കൊരിക്കലും ഒരു ദുർബലത അനുഭവപ്പെടുത്തരുത്. അങ്ങനെ അനുഭവപ്പെട്ടാൽ സ്ത്രീകൾ അതൊട്ട് സമ്മതിക്കാനും പാടില്ല. ഇതാ നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അഭിമാനത്തോടു കൂടി ജീവിക്കും, ആവേശത്തോടു കൂടി ജീവിക്കും. പിന്നിലല്ല മുമ്പിലാണെന്നൊരു തോന്നൽ നിങ്ങളുണ്ടാവട്ടെ. ആര് എന്ത് തോന്നിയ മാതിരി പെരുമാറി നടക്കില്ല, ഈ രാജ്യത്തിൽ നടക്കില്ല. നമുക്ക് എല്ലാവർക്കും ഒരേ മാതിരി ഒരു ശരീരമാണ്, ഒരു മനസ്സാണ്, ഒരു ബുദ്ധിയാണ്, സർവോപരി ഒരാത്മാവാണ്. ആരും ആർക്കും മേലെ എന്ന് പറഞ്ഞിട്ട് കേമത്തം കാണിക്കേണ്ട ആവശ്യമില്ല. തുല്യതയോടുകൂടി പെരുമാറാനും ശീലിക്കാനും പരിശീലിക്കാനും പഠിക്കൂ. കല്യാണം കഴിച്ച് കുട്ടികൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അനുഗ്രഹമൊക്കെ മേടിക്കാൻ വരുമ്പോൾ ഞാൻ പറയണത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾ പണയം വയ്ക്കരുതെന്നാണ്. ആദ്യമതേ മുതൽക്ക് ഭാര്യ എന്നുള്ള നിലയ്ക്ക് പെരുമാറാനും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തോടും അഭിമാനത്തോടും പങ്കാളിത്തത്തോടും കൂടി നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഊന്നി പറഞ്ഞയച്ച് കൊടുക്കാറുണ്ട്, പറഞ്ഞയക്കാറ്. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ശിബിരത്തിലുള്ള സിലബസ് ഞാനൊന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നല്ല ഒരു സിലബസാണ്. ഈ ശിബിരം കഴിയുന്നതിന് മുൻപ് നിങ്ങൾക്ക് കാര്യമായിരിക്കുന്ന ഒരു ഉൾനിധി ലഭിച്ചിട്ടുണ്ടായിരിക്കും. എന്താ പറഞ്ഞ ഞാൻ? കാര്യമായിട്ടുള്ള ഒരു ഉൾനിധി ലഭിച്ചിട്ടുണ്ടായിരിക്കും. സ്കൂളിലുള്ള പഠിപ്പും ശിബിരത്തിലുള്ള പഠിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? കന്നാലികളെ മേയ്ക്കുന്നത് പോലെ 50 60 ഇക്കൊല്ലം കണ്ടു 80 കുട്ടികൾ വരെ ഉണ്ടാവും ഒരു ക്ലാസ്സിൽ, ഹൈസ്കൂൾ വരെയുള്ളത്. ആ കുട്ടികളെ കൊണ്ടുവന്ന് മുമ്പിലിരുത്തി മാസ്റ്റർമാർ വന്ന് സംസാരിച്ചു, കന്നാലികളെ തീറ്റുന്നത് പോലെ. അത് കഴിഞ്ഞ് മാസ്റ്റർമാർ അവരുടെ ഭാഗത്താ പോയി. കുട്ടികളും മാസ്റ്റർമാരും തമ്മിൽ ഒരു തരത്തിലുള്ള സമ്പർക്കവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത് പെരുമാറാനോ നോക്കാനോ കേൾക്കാനോ പഠിക്കാനോ പരിശീലിക്കാനോ ഉള്ള അവസരമുണ്ടാവില്ല. ഇവിടെ നടക്കാൻ പോകുന്ന ശിബിരം നമ്മുടെ പുണ്യമായിരിക്കുന്ന ഭാരതഭൂമിയിൽ പണ്ടുകാലം മുതൽക്ക് തന്നെ നടന്നു പോന്നിട്ടുള്ള ഗുരുകുല പാരമ്പര്യത്തിൻ്റെ ഒരു ചെറിയ രൂപമെങ്കിലും ആകുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ നമ്മളിൽ നിന്ന് അകന്നിരുന്നാൽ ശരിയാവില്ല. നമ്മൾക്ക് അടുത്ത് പെരുമാറാൻ പറ്റണം. നമ്മുടെ സംശയങ്ങൾ ആരോട് ചോദിക്കും? വീട്ടിൽ ചെന്ന അമ്മയോടോ അച്ഛനോടോ ചോദിക്കാൻ ശരിയാവോ? അവർക്ക് വല്ലതും അറിയോ? അറിയില്ല. എല്ലാവരുടെ വീട്ടിലും പഠിച്ച സമ്പന്നന്മാരാവില്ല അച്ഛനമ്മമാർ. അപ്പോൾ വിദ്യാലയത്തിൽ ഉദിക്കുന്ന സംശയങ്ങൾ വിദ്യാലയത്തിലുള്ള അധ്യാപകന്മാരിൽ നിന്ന് തന്നെ വേണം അതിന് വെളിച്ചം നമുക്ക് കിട്ടാൻ. അപ്പം മാസ്റ്റർമാരെടുത്ത് എപ്പോൾ വേണമെങ്കിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതിവിടെ ഉറപ്പുവരുത്തും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മിടുക്കന്മാരും മിടുക്കത്തികളായി വേണം നിങ്ങളിവിടെ ഇരിക്കാൻ. ആ മിടുക്കത എപ്പോൾ തുടങ്ങണം? പോകുന്നവരെ മിടുക്കന്നെ മിടുക്ക്, കുശലത തന്നെ കുശലത, സാമർഥ്യം തന്നെ സാമർഥ്യം, കേമത്തം തന്നെ കേമത്തം. നല്ല മിടുക്ക് വേണം നിങ്ങൾക്ക്. ദക്ഷ എന്നൊരു വാക്കാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അനപേക്ഷ ശുചിർ ദക്ഷ. ദക്ഷ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. ആ സാമർഥ്യം ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. അത് മൂക്കിൽ നിന്നും നാവിൽ നിന്നും ചെവിയിൽ നിന്നും വരില്ല, വെറും മനസ്സിൽ നിന്നും വരില്ല, ബുദ്ധിയിൽ നിന്നാണ് ദക്ഷത ഉണ്ടാവുക. അതാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സങ്കല്പം നമുക്കുള്ളത്. ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ എഴുത്താണിയാണ്, ഗ്രന്ഥവുമുണ്ട്. ഒരാളെ എപ്പോഴാണ് എഴുതാൻ തുടങ്ങുക? ബുദ്ധിയിലെ അറിവ് നിറഞ്ഞ് അങ്ങനെ കവിഞ്ഞൊഴുകുന്ന ഒരു നിലയിൽ എത്തുമ്പോഴാണ് ഒരാളെ എഴുതാൻ തുടങ്ങുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പഠിപ്പ് നന്നായി. ഞാനിപ്പോൾ കുട്ടികളോട് പറയുകയാണ്, എന്താ പറയണേ, നിങ്ങൾ സിലബസ് വിട്ട് പഠിക്കണം എന്നാണ് പറയണേ. ഞാൻ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ, ഒരു പോയട്രി കിട്ടി, ഗംഗു തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞാൽ പോരാ. ആ പോയട്രി ആരെഴുതി, എന്ത് പശ്ചാത്തലത്തിലാണ് എഴുതിയത്, ആ കവിക്ക് എന്തായിരുന്നു വിശേഷം, അദ്ദേഹത്തിൻ്റെ മനോഗതം എന്തായിരുന്നു, പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്താ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാരെ ചിലരെ ഞാൻ സന്യസിച്ചതിന് ശേഷം പോയി കാണുകയുണ്ടായി. അവരൊക്കെ അത്ഭുതപ്പെട്ടു. അവരൊന്നും വലിയ പഠിപ്പൊന്നും പഠിപ്പിക്കാൻ കൂടുന്നവരല്ല, ക്ലാസ് എടുത്തു എന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്നാം തരം ഒരു പോയട്രി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആരെയാ? DG റോസറ്റിയുടെ ഒരു പോയട്രിയാ, ദി വൈറ്റ് ഷിപ്പ് എന്ന് പറഞ്ഞൊരു പോയം. എന്താ അത്? ദ ലാൻഡ്സ് ആർ സ്വെയ്ഡ് ബൈ എ കിങ് ഓൺ എ ത്രോൺ ബട്ട് നോട്ട് ദി ഓഷൻ. അന്ന് ഞാൻ പഠിച്ചത് ശിരസ് മുതൽക്ക് പാദം വരെ ഇന്നും അലതല്ലിക്കൊണ്ടിരിക്കുക. ദ ലാൻഡ്സ് ആർ സ്വെയ്ഡ് ബൈ എ കിങ് ഓൺ എ ത്രോൺ. സിംഹാസനത്തിലിരുന്ന് തൻ്റെ അധീനത്തിലുള്ള രാജ്യത്തിൽ തരംഗങ്ങൾ രചിക്കാൻ രാജാവിന് സാധിക്കും, ബട്ട് നോട്ട് ദി ഓഷൻ. സമുദ്രത്തിനെ ഭരിക്കാൻ ഒരു രാജാവിനും സാധിക്കില്ല എന്ന്. എത്ര വിശേഷപ്പെട്ട ആശയമാണ്! ഏത് കവി ഹൃദയത്തിൽ നിന്നാണിത് പുറപ്പെട്ടത്? അതിന് എന്തുമാത്രം മാറ്റുണ്ട്, മഹിമയുണ്ട്, വൈഭവമുണ്ട്, ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. താഴ്ന്ന പതനത്തിൽ നിന്ന് മനുഷ്യബുദ്ധിയെ ഉയർന്ന പതനത്തിലേക്ക് തള്ളിവിടാനും ഉന്നയിക്കാനും എന്തുമാത്രം ശക്തിയുള്ള വരികളാണത്. ദി ലാൻഡ്സ് ആർ സ്വെയ്ഡ് ബൈ എ കിങ് ഓൺ എ ത്രോൺ ബട്ട് നോട്ട് ദി ഓഷൻ. എന്താ സ്ഥിതി, ആലോചിച്ച് നോക്കൂ. എന്നാൽ ഈ പോയട്രിയുടെ വൈഭവത്തിനെ പറ്റി ഒരു വാക്ക് പോലും നമ്മുടെ ശങ്കരനാരായണീയർ ഞങ്ങളുടെ ക്ലാസ്സിലെടുത്തതായി എനിക്ക് ഓർമ്മയില്ല. നമുക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, നേരമ്പോക്കാരനാണ്, സംസ്കൃതം പ്രൊഫസറാണ്. അദ്ദേഹം നല്ല പോലെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട കയ്യിലുള്ള മുണ്ടൊക്കെ വിറയ്ക്കും, ഉടുത്ത മുണ്ടൊക്കെ വിറയ്ക്കും. ഒരു ദിവസം അദ്ദേഹം വന്ന് പറയുക, ഇഫ് യു ഡോണ്ട് ബിഹേവ് വെൽ ഐ വിൽ ആസ്ക് ദ പ്രിൻസിപ്പൽ ടു ഗെറ്റ് ഔട്ട് എന്ന്. മനസ്സിലായ കുട്ടികളെ? നിങ്ങൾക്ക് ഒക്കെ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. ഇഫ് യു ഡോണ്ട് ബിഹേവ് വെൽ, വേണ്ടതുപോലെ പെരുമാറിയില്ലെങ്കിൽ ഐ വിൽ ആസ്ക് ദ പ്രിൻസിപ്പൽ ടു ഗെറ്റ് ഔട്ട് എന്ന്. ഐ വിൽ ആസ്ക് ദ പ്രിൻസിപ്പൽ ടു ഗെറ്റ് യു ഔട്ട് എന്നാണ് പറയേണ്ടത്. പ്രിൻസിപ്പലെ കൊണ്ട് നിന്നെ പുറത്തേക്ക് ആക്കി എന്ന് പറയാൻ ഐ വിൽ ആസ്ക് ദ പ്രിൻസിപ്പൽ ടു. എന്തുമിണ്ടാതെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടീച്ചർമാരായിരുന്നേപ്പാ. അദ്ദേഹത്തിനെ ഞാൻ പോയി കാണുന്നുണ്ടായി സന്യാസിയായിട്ട്. ഞാൻ പോകുമ്പോൾ ബീഡി വലിക്കുക അദ്ദേഹം. അപ്പോൾ അല്ലാത്ത നാളായി. അപ്പം അങ്ങനെ ഒരു ആളാണ് ഞാൻ. അപ്പോൾ അവർ പഠിപ്പിച്ചതൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നും, ഇങ്ങനെയൊന്നും അല്ല ക്ലാസ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെയുള്ള അധ്യാപകന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ മൂല്യപ്രദമായി നിങ്ങളുടെ ഉൾവ്യക്തിത്വം വേണ്ടതുപോലെ പരിഷ്കരിക്കാനും സമ്പുഷ്ടമാക്കാനും സുശക്തമാക്കാനും സുദൃഢമാക്കാനും വേണ്ടിയിട്ടുള്ള ഉൾവരവുകൾ, ഇൻപുട്സാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളെല്ലാം വേണ്ടതുപോലെ ഏറ്റുമേടിക്കില്ലേ? സ്കൂളിൽ 5 മണിക്കൂർ പഠിപ്പിക്കും, അത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലേക്ക് പോയി. ഈ പഠിപ്പ് കഴിഞ്ഞാൽ അതിന് മുൻപും അതിന് പിൻപുള്ള സമയമല്ലേ നമുക്കുള്ളൂ. ആ സമയത്തിൽ നമുക്ക് അധ്യാപകന്മാരോട് കൂടി ചേർന്ന് ചില കാര്യങ്ങൾ കൈ വരെ പിടിച്ചു പോവാം. അധ്യാപകന്മാരുടെ കൈ പിടിച്ചു പോയാൽ എന്താ, നല്ല അധ്യാപകൻ വേണ്ടാന്ന് പറയില്ല. അധ്യാപനത്തിൻ്റെ മഹിമയാണ് കുട്ടികൾക്കുള്ള ആദരവ്, മാഷയുടെ രൂപമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അധ്യാപകന്മാർ കനത്ത സമ്പർക്കത്തിന് ധാരാളം സമയം കൊടുക്കണം. സ്കൂളിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താ? പുറമേയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുക. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ലോകം. ആ പഞ്ചഭൂതങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ജോഗ്രഫി ആയാലും ഇലക്ട്രോണിക്സ് ആയാലും ന്യൂക്ലിയർ സയൻസ് ആയാലും ആന്ത്രോപോളജി ആയാലും എന്തു തന്നെ ആയാലും നിങ്ങളെ പഠിപ്പിക്കുന്നത് പുറം കാര്യങ്ങളാണ്. ഈ പുറം കാര്യങ്ങളൊക്കെ പഠിച്ചാൽ പുറത്ത് പെരുമാറാനേ നമുക്ക് പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ ശരീരം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എടോ, തൻ്റെ ശരീരം കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് എന്ന 5 ഇന്ദ്രിയങ്ങളുമുണ്ട്. ഈ ഇന്ദ്രിയങ്ങളടക്കം നമ്മുടെ ശരീരം മാറ്റർ കൊണ്ടുണ്ടാക്കിയതാണ്. മാറ്ററാണത്, ദ്രവ്യമാണത്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ജഡം, ഇത് ജഡമാണത്.
ഇതിനൊന്നും ചെയ്യാനും പറ്റില്ല, ഉണരാനും പറ്റില്ല, അറിവുണ്ടാക്കാനും പറ്റില്ല. കാരണം ഇറ്റ് ഈസ് മാറ്റർ. അങ്ങനെയുള്ള ഒരു ശരീരം എങ്ങനെയാണ് പിന്നെ പ്രവർത്തിക്കുന്നത്? ശരീരം മുഴുവനും മാറ്റർ ആണെങ്കിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. കണ്ണടച്ച് തുറക്കുന്നുണ്ടെങ്കിൽ ആ തുറക്കുന്നതിന് ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ വരണം. ഒരു വിരലിങ്ങനെ ചൂണ്ടുന്നുണ്ടെങ്കിൽ അതിന് സിഗ്നൽ വരണം. ഇന്നലെ ഞാൻ ലണ്ടനിലുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ഡോക്ടറുമായിട്ട് ഒരു ഗൂഗിൾ ഇൻ്റർവ്യൂ നടത്തി. എനിക്കുള്ള രോഗത്തിനെ സംബന്ധിച്ചാണ്. അവർ ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ അവർ എന്നോട് എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞത്? അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ തലയുടെ ഉള്ളിൽ കഴിയുന്ന സിഗ്നൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാൻ വിരലിൽ അനങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ വിരൽ അനക്കണമെങ്കിൽ സിഗ്നൽ അവിടെ നിന്ന് വന്നിട്ട് വേണം. നിങ്ങൾ ചെറിയ കണ്ണുകൊണ്ട് ഒരു വലിയ മരം അല്ലെങ്കിൽ ഒരു കാട് കണ്ടു. നമ്മുടെ കണ്ണുകൊണ്ട് ഒരു കടുക് നോക്കാം, ഒരടക്കയെ നോക്കാം, ഒരു മാങ്ങയെ നോക്കാം, ഒരു തേങ്ങയെ നോക്കാം, ഒരു വൃക്ഷത്തിനെ നോക്കാം, പർവ്വതത്തെ നോക്കാം, സമുദ്രത്തെ നോക്കാം, ആകാശത്തെയും നോക്കാം. കണ്ണോ വളരെ ചെറുതും. അപ്പോൾ ഒരു മരത്തിനെ നോക്കി നിങ്ങൾ ആ മരം ദൂരത്ത് നിൽക്കണോ, അത് നിങ്ങളുടെ അടുക്കിലേക്ക് വരണില്ല, നിങ്ങൾ അങ്ങോട്ടും പോണില്ല. എന്നാൽ നിങ്ങൾ എങ്ങനെ കാണുന്നു കുട്ടികളെ മരത്തിനെ? ഒന്ന് പറഞ്ഞു തരാൻ എന്നോട്. അതിനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട്. ഈ സൂര്യൻ 147 മില്യൺ കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. എൻ്റെ സംഖ്യ ഒരു പക്ഷേ തെറ്റാം. ദൂരത്താണ് ഉദിക്കുന്നത്. ആ സൂര്യനെ നമ്മൾ വീട്ടിലിരുന്ന് എങ്ങനെയാണോ കാണുന്നത്? ഒന്ന് പറയുന്ന എന്നോട്. നിങ്ങൾ സൂര്യൻ്റെ അടുക്കിലേക്ക് പോയോ? സൂര്യൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നോ? പിന്നെ എങ്ങനെയാണ് കാണുന്നത്? കണ്ണിൽ കൊള്ളുമോ അതോ സൂര്യൻ? കണ്ണ് എത്ര ചെറുതാ, ആ കണ്ണിൻ്റെ ഉള്ളിൽ സൂര്യനെ കൊള്ളുമോ? പിന്നെ എങ്ങനെയാണ് കാണുന്നത്? മറുപടി പറയും നിങ്ങൾ. സൂര്യരശ്മികൾ വന്ന് കണ്ണിൻ്റെ കോർണിയയിൽ തട്ടുമ്പോൾ അവിടെ നിന്ന് വിദ്യുത് ശക്തി തരംഗങ്ങൾ തലയുടെ ഉള്ളിലുള്ള ബ്രെയിൻ സെൻറ്ററിലേക്ക് അയച്ചു കൊടുക്കുക മാത്രമേ കണ്ണ് ചെയ്യുന്നുള്ളൂ. കാഴ്ചയും അനുഭവവും ഒക്കെ ഉണ്ടാവുന്നത് ഉള്ളിലാണ്. നമ്മുടെ ശരീരത്തിൽ ഒരവയവത്തിനും ഗ്രഹിക്കാനുള്ള ശക്തിയില്ല. സർവ്വകാര്യവും നടക്കുന്നത് ഉള്ളിലാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് എനിക്കൊരു ശരീരവും 5 ഇന്ദ്രിയങ്ങളും മാത്രമേ ഉള്ളൂ എന്ന്. ശരീരവും ഇന്ദ്രിയങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു തരണത് മനസ്സാണ്. ആ മനസ്സിലാണ് ഈ കാഴ്ച മുഴുവനും നടക്കണതപ്പാ. മനസ്സിലാണ് ഈ കാഴ്ച മുഴുവനും നടക്കണത്. ഒരു ഐ സ്പെഷ്യലിസ്റ്റ് എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്വാമിജി ദി ഫാർ പോയിന്റ് ഓഫ് ദി ഐ ഈസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ യൂണിറ്റി ടു ഇൻഫിനിറ്റി എന്നൊക്കെ പത്മനാഭൻ പറയണ്ടായി. ഇൻഫിനിറ്റി, അനന്തം. അപ്പോൾ അനന്ത ദൂരത്തിൽ വലിപ്പമുള്ള ഒരു പദാർത്ഥം വച്ചാൽ നമ്മുടെ നയനമുണ്ടല്ലോ, ആ നഗ്നമായിട്ടുള്ള കണ്ണ് അതിന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ ശക്തി എത്രയാ കൂട്ടരെ? എത്രയാ കണ്ണിൻ്റെ ശക്തി? നിസ്സാരോ അതോ സാരസാരോ? മിണ്ടില്ല. സാരം പറയിൻ. സാരം. ആ ശക്തി എവിടെയുള്ളത്? ശരീരത്തിലോ ഉള്ളിലോ? ഉള്ളില്. അങ്ങനെയുള്ള ഒരു ശക്തിയുള്ള ഒരു വ്യക്തിത്വം താങ്ങിക്കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കഴുതകളാണ്. എന്താ കഴുതകൾ? കഴുതകളുടെ മുതുകിലെ സ്വർണം ഒരു ചാക്ക് കെട്ടി വെച്ചാൽ മഹാപാവം അതിൻ്റെ ഭാരം ചുമന്ന് നടക്കും. പക്ഷേ അതിന് സ്വർണ്ണമാണെന്നുള്ള വില അറിയില്ല. അതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ വ്യക്തിത്വത്തിൻ്റെ വൈഭവം എൻ്റെ പൊന്നുകുട്ടികളെ എനിക്ക് തോന്നുന്നു നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിപ്പിക്കാനായി സ്കൂളിലുള്ള അധ്യാപകന്മാർ ഒരു വാക്ക് പോലും പറയണമില്ല. ഇതാണ് എനിക്കുള്ള സങ്കടം. രാപ്പകൽ ഭൂമാനന്ദ സ്വാമിജിക്കുള്ള സങ്കടം ഇതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ വൈഭവം ഉണ്ടല്ലോ, ആ വൈഭവം നമുക്ക് ആർക്കും അറിയുന്നില്ല. അതൊരളവ് വരെയെങ്കിലും നിങ്ങളെ അറിയിപ്പിക്കണമെന്നാണ് ഈ ശിബിരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശങ്കരാചാര്യരെ വിജ്ഞാന നൗക എന്ന് പറഞ്ഞ ഒരു സ്തോത്രമുണ്ട്, ഒരു പദ്യമുണ്ട്. ആ പദ്യം നിങ്ങളെല്ലാവരും എന്നും ജപിക്കാൻ പോവാണ്, ചൊല്ലാൻ പോവാ. ആ പദ്യം ഒരൊറ്റെണ്ണം ചൊല്ലിയാൽ മാത്രം മതി കൂട്ടരെ നിങ്ങളുടെ ഉൾവിഭവം പുറത്തു വരാൻ. ചൊല്ലില്ലേ നിങ്ങൾ? പഠിക്കില്ലേ നിങ്ങൾ?
ആ വിട്ടുകളയരുത്. പഠിപ്പിന് മുമ്പായിരിക്കണം. ഊണ് വേണ്ടെങ്കിലും കൊള്ളാം, ഉറക്കം വേണ്ടെങ്കിലും കൊള്ളാം, പഠിപ്പ് നമുക്ക് മുമ്പിൽ വേണം. ആ പഠിപ്പ് നിങ്ങൾ അറിയാത്തതും കേൾക്കാത്തതും 5 മണിക്കൂർ ചെന്ന് സ്കൂളിലിരുന്ന് അധ്യാപകന്മാർ പഠിപ്പിക്കുന്നത് കേട്ട് വരുമ്പോൾ നമുക്ക് കിട്ടാത്തതുണ്ടല്ലോ, ആ കിട്ടാത്തത്, ആ ഉള്ളിലുള്ള മനസ്സ്, ഉള്ളിലുള്ള ബുദ്ധി, ഉള്ളിലുള്ള അഹങ്കാരം, ഇത് 3 കൂടിയതാണ് ഉൾവ്യക്തിത്വം. ഇത് 3 കൂടിയതാണ് ഉൾവ്യക്തിത്വം. ആ വ്യക്തിത്വം എത്ര വിശേഷപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഈ ശിബിരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു വലിയ നേട്ടമല്ലേ? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഉവ്വോ? എന്നാ ഉവ്വെന്ന് ഉറക്കെ പറയും. ആ സ്കൂളിൽ ഉദ്യോഗം കിട്ടാനുള്ള പഠിപ്പാണ്. ഇവിടെയോ അവനവൻ്റെ ഉള്ളിലുള്ള വൈഭവം അറിഞ്ഞ് ഉണർന്ന് അതിൻ്റെ നേട്ടം അനുഭവിക്കാനുള്ള ഒരു പഠിപ്പാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ പഠിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്? ശരി. നമ്മുടെ സർവ്വ കേന്ദ്രീകരണവും നമ്മുടെ ഉള്ളിലാണ്. നിങ്ങൾ ഒരിക്കലും പറയരുത് എന്ത്, അയ്യോ എനിക്ക് വയ്യ, മിണ്ടരുത്. അയ്യോ എനിക്ക് വയ്യ, മിണ്ടരുത്. എന്താണോ ഇവിടെ വയ്യാത്തത്? ഞാൻ ഷില്ലോങ്ങിൽ നിന്ന് ദിബ്രുഗാറിലേക്ക് പോവായിരുന്നു, ആസാമിൽ. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാറിൽ. അപ്പോൾ പോകുന്ന സ്ഥലത്ത് വലിയൊരു മല, ആ മലയുടെ ഉള്ളിൽ ഒരു ഇടുക്കിൽ ഒരു പാലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാലം ഇട്ടത് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നെ കൊണ്ടുപോയെന്ന് എൻജിനീയർ പറയുക, സ്വാമിജി ഈ പാലം നിർമ്മിക്കുന്നതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ഞാൻ എൻജിനീയറായി പങ്കെടുത്തിട്ടുണ്ട്. ഇത് നിർമ്മിക്കുന്നത് എളുപ്പമായിരുന്നില്ല. എന്നോട് മേലുദ്യോഗസ്ഥന്മാർ ചോദിച്ചപ്പോൾ പോവോ ചോദിച്ചപ്പോൾ ഞാൻ പോവാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യമായി ഞങ്ങൾ ചെയ്തത് എന്താ, ആ മലകളിൽ നരി, പുലി, കരടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറുക്കൻ, ചെന്നായ, അതൊക്കെ എപ്പോഴാണ് വന്ന് വെള്ളം കുടിക്കണത് എന്ന് നോക്കി അവരുടെ സമയമൊക്കെ മനസ്സിലാക്കി അവരുടെ ഉപദ്രവങ്ങളില്ലാത്ത തരത്തിൽ അവരെ അനുവദിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ പണിയാൻ അങ്ങനെ പല മുൻകരുതലുമെടുത്ത് മരത്തിൻ്റെ മുകളിൽ ഒരാഴ്ച വരെ തങ്ങിയിരുന്ന് നോക്കി പരിശ്രമിച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് കെട്ടിയത്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലൊന്നും തോന്നുന്നില്ലേ കുട്ടികളെ? നിങ്ങളും അതുപോലെ ചെയ്യണോ അതോ ഞാനില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോണോ? അതിനുള്ള ധൈര്യം ഈ ശിബിരം കൊണ്ടുണ്ടാവും. അതിനുള്ള നിങ്ങൾ ധൈര്യം കൊണ്ട് തുള്ളിച്ചാടും. ഒരാൾ മൂച്ചാളികളായി മടിച്ച് പിൻവാങ്ങില്ല. ഹാർവേഡ് യൂണിവേഴ്സിറ്റി ഒരു പ്രബന്ധമിറക്കി. ആ പ്രബന്ധമിറക്കിയതിൽ അവർ പറഞ്ഞിരിക്കുക, പറയട്ടെ? കേൾക്കണോ? ഉറങ്ങുന്നുണ്ടോ? അച്ഛാ, ഒരു ദിവസം നമ്മൾ 1020 മിനിറ്റാണ് ഉണർന്നിരിക്കുന്നത്. എത്രയാ? 1020 മിനിറ്റ്. സാധാരണ പറയുകയാണെങ്കിൽ 16 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കും, 8 മണിക്കൂർ ഉറങ്ങും. അപ്പം നമ്മൾ ലോകത്തിൽ എന്താ ചെയ്യണേ കുട്ടികളെ? നമ്മൾ ഉറങ്ങും ഉണരും, ഉണരും. ഇത് രണ്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. 16 മണിക്കൂർ ഉണർന്നിരുന്ന് 8 മണിക്കൂർ കിടന്നുറങ്ങും. ആ 1020 മിനിറ്റിൽ 20 മിനിറ്റെങ്കിലും നിങ്ങൾ ഉൾനിരീക്ഷണം നടത്തി ഉൾവ്യക്തിത്വത്തെ പുഷ്ടിപ്പെടുത്തണമെന്നാണ് അവർ പറയണേ. എന്താ? 1020 മിനിറ്റിൽ 20 മിനിറ്റെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് കണ്ണടച്ചിരുന്ന് ഉൾനിരീക്ഷണം നടത്തി ഉള്ളിലുള്ള മനസ്സെന്താ, ബുദ്ധി എന്താ, അഹങ്കാരം എന്താ, അതിൽ നിന്ന് എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ധൈര്യം എന്ന് പറഞ്ഞാൽ എന്ത്, എങ്ങനെ അത് കടഞ്ഞെടുക്കാം, മനസ്സാന്നിധ്യം എങ്ങനെ ഉണ്ടാവും, ആരെന്ത് തന്നെ പറഞ്ഞാലും അത് കേൾക്കാനുള്ള ശക്തി എവിടുന്ന് കിട്ടും, കൊടിഞ്ഞു പോകാതെ എല്ലാറ്റിനെയും സമീകരിച്ച് ആത്മസാത്കരിക്കാൻ ഒരു വാക്കാണത്. പ്രത്യേകിച്ചും കേട്ടോളൂ, നമ്മുടെ വിജയമേനൊക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക്. ആത്മസാത്കരണം. എല്ലാറ്റിനെയും സമീകരിച്ച് സമുദ്രത്തിൽ പുഴ വന്നാൽ എന്ത് ചെയ്യണു സമുദ്രം? ആ പുഴയെ അങ്ങോട്ട് ആലിംഗനം ചെയ്ത് സ്വീകരിക്കണം. എന്നിട്ട് ഉപ്പുവെള്ളം പകർന്നു കൊടുക്കണം. എന്നിട്ട് അതിലുള്ള ചളി കിളിയൊക്കെ താഴത്ത് പോയി സമുദ്രവെള്ളമായി നദീജലം, മലിനജലം ശുദ്ധജലമായി സമുദ്രം.
അതുപോലെ ആത്മസാത്കരിക്കാൻ നമുക്ക് സാധിക്കണം. ശാസ്ത്രീയ വീക്ഷണമാണ് ഈ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞത്. മനസ്സിനെയും ബുദ്ധിയെയും ശക്തിപ്പെടുത്തി അലങ്കരിക്കാനുള്ള പഠിപ്പാണ് ഈ ശിബിരത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടേണ്ടത്. നമ്മുടെ ശ്രീമാൻ പത്മനാഭൻ പറഞ്ഞതുപോലെ സംസ്കൃത ഭാഷയ്ക്ക് വലിയ ഒരു സ്ഥാനമാണ്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുന്നത് എന്നർത്ഥമാണ്. The language which reforms and refines your perception, which reforms and refines your perception, which elevates your understanding. ശരിയായിട്ടുള്ള സംസ്കാരം സംസ്കൃത ഭാഷ ഉൾക്കൊണ്ടവനുണ്ടല്ലോ, ആ ആള് ഈ ലോകത്തിൽ ഒരു മാസ്റ്ററായിട്ട് ജീവിക്കും, സർവൻ്റായിട്ട് ജീവിക്കില്ല. എന്താ പറഞ്ഞ ഞാൻ? You will not become a servant of the world. You will become a master or a mistress of the world. നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്ററായി പരിസ്ഥിതികളുടെ മുകളിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ തരത്തിലുള്ള പ്രബലവും സമ്പുഷ്ടവും സംസ്കാര നിർഭരവുമായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമസ്ഥന്മാരായി നിങ്ങൾക്ക് ജീവിക്കാം. ഈ സഭാനികേതൻ ഉണ്ടായതിനെ പറ്റി ചെറിയ തോതിൽ നിങ്ങളോട് പറയണ്ടായി. ഇവിടെ വന്ന് ധാരാളം ഒരു ദിവസത്തിൽ ഒരു 5000 പേര് 6000 പേര് വരും, 10000 പേര് വന്ന കൊല്ലങ്ങളുമുണ്ട്. അവരെല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിയും. അപ്പോൾ അവരെല്ലാവരും ഈ കാറ്റും പൊടിയും പടലും ഇല്ലാതെ ഭക്ഷണമൊക്കെ കഴിക്കണം, അവർക്കൊരു സൗകര്യമാണെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ ഇങ്ങനെ ഒരു സഭാനികേതനം ഉണ്ടാക്കുന്നത് എളുപ്പമല്ല. അപ്പം അതിന് പുറപ്പെട്ടു. അവസാനം അത് നടന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം. അത് 10 ദിവസമാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 35 പ്രവക്താക്കളാണ് ചുരുങ്ങിയത്. 35 പേരാണ് 9 ദിവസം സംസാരിക്കാൻ. ആ 35 പേര് 1.25 മണിക്കൂർ വീതം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള ശാസ്ത്രമുണ്ടല്ലോ, ആ ശാസ്ത്രത്തിനെ പറ്റി പറയുക. ശ്രീമദ് ഭാഗവതം ഒരു ഭാഗത്ത് വായിച്ചുകൊണ്ടിരിക്കും, അവിടെ പാരായണം ചെയ്യും. അങ്ങനെ ഒരേ വിഷയത്തെക്കുറിച്ച് 35 പ്രവക്താക്കൾ പ്രഗത്ഭരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഉപായപ്പെട്ടതൊന്നുമല്ല. എനിക്ക് പറയാനില്ല. ഞാൻ എണീറ്റ് നിന്ന് പറയണോ അതോ ഇരുന്ന് പറഞ്ഞാൽ മതിയോ? അടുത്ത സത്രത്തിന് നിങ്ങളെല്ലാവരും വരണം. എന്താ ഈ ശിബിരത്തിന് ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇതേമാതിരി സ്കൂൾ പൂട്ടിയ കാലത്താണ് അത് നടക്കുക. 24-ാം തീയതി ഈ കൊല്ലം ഡിസംബറിലാണ്. 24-ാം തീയതി അല്ലേ? ഈ കൊല്ലം ഡിസംബർ 24-ാം തീയതിക്കാണ് അത് തുടങ്ങുന്നത്. അന്ന് മുതൽക്ക് 10 ദിവസം. അതിന് നിങ്ങളെല്ലാവരും വരണം. താമസിക്കണം. അവരുടെ മുഖങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ആ ശ്രീമദ് ഭാഗവത തത്വമൂല്യ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ബുദ്ധി ഉണരണം, നിങ്ങളുടെ മനസ്സ് വികസിക്കണം, നിങ്ങളുടെ ഭാവവികാരങ്ങൾ ഉജ്ജ്വലമാവണം. അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒരു മുതൽക്കൂട്ടായി തീരണം. ഊച്ചാളികൾ വേണ്ട. ഇവിടെ മെടുക്കന്മാരും മെടുക്കികളും മതി. നിങ്ങളെ തുള്ളിച്ചാടിക്കും ഞങ്ങൾ മെടുക്കുകൊണ്ട്. അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിച്ച് ഭംഗിയായി അത് ഉൾക്കൊള്ളണം. എനിക്ക് കുറച്ചും കൂടി സമയം വേണം, ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാം. നിശബ്ദം. നോക്കൂ, നിങ്ങളോട് പറഞ്ഞു ഈ ലോകം മുഴുവനും നമ്മുടെ ചുറ്റിലുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ശരീരം. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും നമ്മുടെ ശരീരം വളരെ ചെറുതാണ്, അതുകൊണ്ട് നമ്മളും ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കും. ശരീരം മാത്രമേ ചെറുതുള്ളൂ. അമ്മ പെറ്റ ശരീരം 21 വയസ്സ് വരെയാണ് വളരുക. 21 വയസ്സ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ വളർച്ച നിന്നു.
നിന്ന് കഴിഞ്ഞാൽ പിന്നെ വളരാനുള്ളത് നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. ആ മനസ്സിനും ബുദ്ധിയുടെയും വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. സാധാരണ മുതിർന്നവർ പോലും ചിന്തിക്കാത്തതാണ് ഈ കാര്യം. 13 കൊല്ലക്കാലം മഹാഭാരത യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വളരെ ഉത്സാഹത്തോടു കൂടി കൃഷ്ണനെ തേരാളിയായി പിടിച്ചിരുത്തി അർജുനൻ കുരുക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. എന്നിട്ട് കൃഷ്ണനെ ആജ്ഞാപിച്ചു, എൻ്റെ തേര് തെളിച്ചു കൊണ്ടുപോയി നിർത്തി 2 സൈന്യത്തെയും പരിശോധിക്കത്തക്ക നല്ല സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്തി. ഇതാ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കൃഷ്ണൻ. അപ്പോഴാണ് 2 ഭാഗത്തും സ്വജനങ്ങൾ നിരന്നു നിൽക്കുന്നു. തന്നെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ മടിയിലിരുത്തി ചോറ്റൂരിൽ തന്ന് വളർത്തിക്കൊണ്ടുവന്ന മുത്തശ്ശൻ കമാൻഡർ ഇൻ ചീഫാണ്, സൈന്യത്തലവൻ. അസ്ത്രശസ്ത്ര വിദ്യയെല്ലാം പഠിപ്പിച്ച ദ്രോണൻ ആചാര്യനാണ്. അവർ 2 പേരും എതിർ സൈന്യത്തിൽ സൈന്യാധിപന്മാരായി നിൽക്കുകയാണ്. അർജുനൻ ആകെ തളർന്നു. ആ തളർച്ച പോകാൻ വേണ്ടി കൃഷ്ണൻ ഉപദേശിച്ച സമയത്ത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹിമ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമുണ്ട്. 3-ാമത്തെ അധ്യായത്തിലുള്ള ഒരു ശ്ലോകമാണത്. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധേഹ പരതസ്തു സഹ. ഞാനിത് ചൊല്ലിത്തന്ന് നിങ്ങളെ കൊണ്ട് ചൊല്ലിപ്പിക്കാം. നിങ്ങൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ്, മൂക്ക്, ചെവി, നാവ് ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിച്ചു തുടങ്ങും. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് ലോകത്തിന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ലോകം ജഡമാണ്. ഭൂമി, വെള്ളം, വായു, അഗ്നി, ആകാശം ഇതിനൊന്നിനും ജീവനില്ല. അതുകൊണ്ടുണ്ടാക്കിയതാണ് ഈ ലോകങ്ങൾ. ആ ലോകം എണീക്കുന്നില്ല, അത് ഉറങ്ങണില്ല. നമ്മളാണ് ഉറങ്ങണത്, നമ്മളാണ് എണീക്കണത്. നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ മനസ്സും ബുദ്ധിയും കൂടി ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണത്? ഇന്ദ്രിയാണി പരാന്യാഹുഹൂന്ന്. ഇന്ദ്രിയങ്ങളാണ് അവ നോക്കിക്കാണുന്ന ലോകവസ്തുക്കളേക്കാൾ മികച്ചത്. നമ്മുടെ കണ്ണ് ചെറുതാ. പർവ്വതത്തെ കാണുന്നു, ആകാശത്തെ കാണുന്നു, ഗോളങ്ങളെ കാണുന്നു. അത് കാണുമ്പോൾ വലിയ വിസ്താരമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ പ്രചണ്ഡമായിരിക്കുന്ന വസ്തുക്കളെ നോക്കി കാണുന്ന സമയത്തും കാണുന്ന കണ്ണാണ് മേലേന്ന്. കേട്ടു നിങ്ങളെ? ഈ ലോകത്തിനെ കാണാണ്ടിരിക്കാൻ എന്ത് വേണം? ഭഗവാൻ വന്ന് നിന്നാൽ പോലും ഞാൻ നോക്കില്ല. ഭഗവാൻ എന്നോട് പറയേണ്ടി വരും, സ്വാമിജി ഞാൻ വന്നിട്ടുണ്ട്, കണ്ണ് തുറക്കും, എന്നെ ഒന്ന് കാണുമെന്ന്. അപ്പോൾ നമ്മൾ കണ്ണടച്ചാൽ ഈ ലോകത്തിന് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അപ്പോൾ കണ്ണോ മേലെ, ലോകോ മേലെ? ഉറക്കെ പറയടോ. കണ്ണാണ് മേലെ ലോകത്തിനേക്കാൾ. അതാണ് കൃഷ്ണൻ പറയുന്നത്. നോക്കൂ, 5 ഇന്ദ്രിയങ്ങൾ, ആ 5 ഇന്ദ്രിയങ്ങൾ കണ്ടു കാണുന്നതാണ് ലോകം. ഈ ഇന്ദ്രിയങ്ങൾ 5. ലോകവസ്തുക്കൾ അസംഖ്യമാണ്. അസംഖ്യമായ ലോകവസ്തുക്കൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ 5ആയി. നിങ്ങൾ എന്ത് കണ്ടാലും ഒന്നിലോ അത് നിറം, അല്ലെങ്കിൽ ശബ്ദം, അല്ലെങ്കിൽ മണം, അല്ലെങ്കിൽ രസം, അല്ലെങ്കിൽ സ്പർശം. അപ്പോൾ ഈ ലോകത്തിലെല്ലാം കൂടി എന്തുണ്ട് കുട്ടികളെ? 5 ഉണ്ടോ? അനവധി ഉണ്ടോ? ഈ ലോകത്തിലെല്ലാം കൂടി നമ്മുടെ അനുഭവത്തിൽ 5 ഉണ്ടോ അതോ അനവധി ഉണ്ടോ? 5. പറയൂ. 5. ഈ ലോകത്തിനെ 5ആക്കി തീർക്കുന്നത് ആരാ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, നമ്മുടെ മൂക്ക്, നമ്മുടെ നാവ്, നമ്മുടെ ത്വക്ക്. അപ്പോൾ ലോകത്തിനെ 5ആക്കി തീർക്കാനുള്ള ശക്തി ഇന്ദ്രിയങ്ങൾക്കുണ്ടെങ്കിൽ ആ ഇന്ദ്രിയങ്ങളുള്ള ദേഹവും മനസ്സുമുള്ള നമ്മളാണോ മേലെ അതോ ലോകോ? നമ്മളാണ് മേലെ. അതാണ് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത്.
ഇന്ദ്രിയാണി പരാണ്യാഹുഹു. ഈ 5 ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് തലച്ചോറിലാണ്. ആ തലച്ചോറാണ് ഈ കാണുന്ന പ്രചണ്ഡമായ ലോകത്തിനേക്കാൾ മേലെ. ഈ ഇന്ദ്രിയങ്ങളേക്കാൾ മേലെയാണ് മനസ്സ്. ആ വട്ടം നോക്കിക്കോളൂ, ഇതിനേക്കാൾ വലുതാണ്. എന്താ ഈ മനസ്സ്? മനസ്സ് പ്രവർത്തിച്ചാലേ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുള്ളൂ. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീക്കാതെ ഈ പോളെ ഒന്ന് പതുക്കെ നീക്കി ഒരു പൂച്ചെണ്ട് കാണിച്ചു തന്ന് അത് കൊണ്ടുപോയി നിങ്ങളെ ഉറങ്ങാൻ അനുവദിച്ചു. പിറ്റേ ദിവസം ചോദിച്ചാൽ നിങ്ങൾ കണ്ടു എന്ന് പറയുമോ കണ്ടില്ല എന്ന് പറയുമോ? കണ്ടില്ല. എന്തേ? കാണിച്ചു തന്നുല്ലോ, കണ്ണ് തുറന്നിരുന്നുല്ലോ. എന്തേ കാണാത്ത? മനസ്സില്ലാത്തത് കൊണ്ട്. അപ്പം മനസ്സ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുമ്പോഴേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാനും കാണാനും കേൾക്കാനും പറ്റുള്ളൂ. അപ്പം മനസ്സോ മേലെ അതോ ഇന്ദ്രിയങ്ങളോ? മനസ്സ്. ആ മനസ്സിന് ദിശ നൽകി പ്രവർത്തിപ്പിക്കുന്നതാണ് അറിവുള്ള ബുദ്ധി. അപ്പോൾ ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളേക്കാൾ മേലെ. ഇന്ദ്രിയങ്ങളെക്കാൾ മേലെയാണ് മനസ്സ്. മനസ്സിനേക്കാൾ മേലെയാണ് ബുദ്ധി. ഇനി ബുദ്ധിയേക്കാൾ മേലെയാണ് അതാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. എന്താ? നിങ്ങളൊക്കെ ഞാൻ എന്ന് പറയുന്നില്ലേ? എന്തിനാ പറയണേ? ശരീരത്തിനെ പറയണേ. ഞാൻ എവിടെയാടോ? ഉള്ളിലോ പുറത്തോ? ഉള്ളില്. ആ ഉള്ളിലുള്ള ഞാനാണ് ഈ ആത്മാ ഈശ്വരൻ എന്നൊക്കെ പറയണത്. ശ്രീമദ് ഭാഗവതം അത് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേന്ന്. ഈ ഉള്ളിലുള്ള ഞാനെയാണ് ഭഗവാൻ എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതുമൊക്കെയെന്ന്. ആ ആത്മാവാണ് എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഓർമ്മ നിൽക്കുമോ? മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങളെ വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഗുഡ് ഗുഡ്, നന്നായി. ഒരു പവർ പോയിന്റും കൂടി കാണിച്ചു തരട്ടെ, ശ്രദ്ധിച്ച് കേൾക്കുമോ? നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നത് വരെ നമ്മൾ ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുക. അത് പേഴ്സൺസ്, പ്ലേസസ് ആൻഡ് ഈവൻറ്റ്സ് എന്നാണ് പറയുക. വ്യക്തികളായി സമ്പർക്കം പുലർത്തുന്നു. വീട്ടിലായാലും വിദ്യാലയത്തിലായാലും ഇത് രണ്ടുമല്ലാത്ത സമാജത്തിൻ്റെ ഉള്ളിലായാലും ഒരേ ഒരാൾ വ്യക്തികളും ചുറ്റുപാടുകളും സംഭവങ്ങളുമായി സമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നേരം വരെ? കിടന്നുറങ്ങുന്നത് വരെ. അതിൽ ആ സമ്പർക്കം നടത്തുന്നത് നമ്മളാണ്. ഏതോടുകൂടി സമ്പർക്കം നടത്തുന്നോ അത് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. അങ്ങനെയുള്ള സമ്പർക്കം തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമ്മളിലാണ്. കാലത്ത് എണീറ്റാൽ സമ്പർക്കം തുടങ്ങി. ആദ്യമായിട്ട് കാണുന്നത് റൂഫിനെയാണ്. മലർന്ന് കിടന്നിങ്ങനെ ഉറങ്ങി കണ്ണു തുറന്നാൽ റൂഫ്. അത് കഴിഞ്ഞാൽ ചുമരിനെ കാണും, നിലത്തിനെ കാണും, ടോയ്ലറ്റിലേക്ക് പോവും, തിരിച്ചു വരും. അപ്പോൾ സമ്പർക്കങ്ങൾ തുടങ്ങി. ഈ സമ്പർക്കം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിലൂടെ കാഴ്ച, ചെവിയിലൂടെ കേൾവി, മൂക്കിലൂടെ പറയൂ മണം, വാസന, നാവിലൂടെ രസം, ത്വക്കിലൂടെയോ സ്പർശം, തൊടൽ. ഇത് 5 എണ്ണേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ലോകത്തിൽ ഇങ്ങനെ 5 എണ്ണേ ഉള്ളൂ. അപ്പം അസംഖ്യം വസ്തുക്കളുള്ള ഈ ലോകത്തിലെ 5ആക്കി തീർക്കുന്ന ഒരു വൈഭവമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്. ഈ ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയത് ആരാ? അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഫീറ്റസ് അവിടെ സ്വന്തമായിട്ട് വളർന്നതാണ്. അമ്മ വിശക്കുന്നതിന് വയറ്റിന് ഭക്ഷണം കഴിച്ചു, അല്ലാതെ കുട്ടിക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അവനവൻ്റെ ദാഹത്തിനാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണം കുടലിൽ ദഹിപ്പിച്ച രക്തമായ അമ്മയുടെ ശരീരത്തിലിരിക്കുന്നു. ആ ഫീറ്റസ് എന്ന് പറയുന്ന ഭ്രൂണമുണ്ടല്ലോ, അത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് രക്തമെടുത്ത് സ്വയം വളരുകയാണ്. സെല്ല് വർദ്ധിച്ച് ഇവിടെ കണ്ണുണ്ടാക്കി, ഇവിടെ മൂക്കുണ്ടാക്കി, ഇവിടെ ചുണ്ടുണ്ടാക്കി, ഇവിടെ ചെവിയുണ്ടാക്കി,
എല്ലാം ഉണ്ടാക്കി കാല് കയ്യ് നഖം വിരലും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ കണ്ണുണ്ടാക്കിയത് ആരാ? എന്താ മിണ്ടാതെ? ആരാ ഉണ്ടാക്കിയതാണ്? അമ്മയാ? ഭ്രൂണം. ആ ഭ്രൂണത്തിൻ്റെ ഉള്ളിലുള്ള ശക്തിയാണ് ഈ കണ്ണിനും കാതിനും എല്ലാം തന്നെ. അപ്പോൾ ഇവിടെ എന്താ പറയണത്? ഇതാണ് കണ്ണ്. കണ്ണുകൊണ്ട് കാണുന്നതാണ് മാക്സിമം, പരമാവധി. അത് കഴിഞ്ഞാൽ ശബ്ദം, അത് കഴിഞ്ഞാൽ വാസന, അത് കഴിഞ്ഞാലോ തൊക്കുകൊണ്ട് തൊടലും, അവസാനം നാവുകൊണ്ടുള്ള രസവും. ഈ 5 ലോകവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തിയാൽ ഉണ്ടാകുന്ന ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്ന അന്തരമുണ്ടല്ലോ, അത് മനസ്ഥലത്തിൽ ചെല്ലുമ്പോൾ സുഖവും ദുഃഖവുമായിട്ട് 2ആയിട്ട് ചുരുങ്ങുന്നു. അപ്പോൾ ലോകത്തിന് മുഴുവനും, പരന്ന ലോകത്തിനെ 5ആക്കി ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയ പഞ്ചരണല്ലോ, അതിനെ 2ആക്കി മനസ്സ്. സുഖം ദുഃഖം. കിടന്നുറങ്ങുമ്പോഴോ ആ 2ഉം ഇല്ലാതെ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പോൾ ഉറക്കത്തിൽ ഈ ലോകത്തിന് മുഴുവൻ മാച്ചിട്ടല്ലേ കിടന്നുറങ്ങണത്? എന്താ മിണ്ടാതെ? ഉറങ്ങുന്നതിന് മുമ്പ് ഈ മനസ്സ് ലോകത്തിന് മുഴുവൻ മാറ്റിയിട്ടുണ്ടോ? അപ്പോൾ എവിടെ പോയി ലോകം? എവിടെ പോയി സുഖദുഃഖം? എവിടെ പോയി ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം ഒക്കെ പോയില്ലേ? അപ്പം നമ്മുടെ ഉള്ളിന് ഈ ലോകത്തിൻ്റെ പ്രതിഫലനങ്ങളെ മുഴുവനും മാറ്റാനുള്ള ശക്തിയില്ല. എന്നിട്ട് കിടന്നുറങ്ങി അവിടെ നിന്ന് എണീക്കുമ്പോഴാണ് ഈ ലോകം പ്രകടമാകുന്നത്. അപ്പോൾ ഈ ലോകത്തിന് ഉണ്ടാക്കുന്നതും അനുഭവിപ്പിക്കുന്നതും ശരീരത്തിൻ്റെ ഉള്ളിൽ, ഇന്ദ്രിയങ്ങൾക്കുള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ, ബുദ്ധിക്കുള്ളിൽ ആത്മാ എന്ന് പറയുന്ന ആ ഞാൻ, ആ തലത്തിലുള്ള വിശേഷപ്പെട്ട സാന്നിധ്യമാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഒരിക്കലും നിങ്ങൾ എന്നോട് പറയരുത്, അയ്യോ എനിക്ക് പറ്റില്ല. എന്ത് പറ്റില്ല? നമുക്ക് പറ്റാത്തതൊന്നോ? നമുക്ക് ദഹിപ്പിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? ഒഴുകി വരുന്ന പുഴകളെ മുഴുവൻ സമുദ്രം തന്നിരിക്കാൻ അങ്ങോട്ട് ചേർത്തൊന്നാക്കുന്നത് മാതിരി ഈ ലോകത്തിലുണ്ടാകുന്ന സർവ്വാനുഭവങ്ങളും എന്നോടുകൂടി ആത്മസാത്കരിച്ച് ഒന്നാക്കി തീർക്കാനുള്ള ശക്തി നമുക്കുണ്ട്. അത് നിങ്ങൾ ഈ ശിബിരത്തിൽ നിന്ന് കൈക്കലാക്കിയിട്ട് വേണം പോകാൻ. സോബ്ലാംഗികളാവരുത്, നിങ്ങൾ ഊച്ചാളികളാവരുത്. എന്ത് കാര്യം ചെയ്യേണ്ടി വന്നാലും എന്ത് മര്യാദയാണ്. ഒരു സദസ്സ് നടക്കുമ്പോൾ അതിനോട് ബഹുമാനം വേണം. ഒറ്റ അക്ഷരം മിണ്ടരുത്. മിണ്ടണമെങ്കിൽ ഇവിടെ വരൂ, ഇവിടെ നിന്ന് സംസാരിച്ചോളൂ. ഞാനടക്കം അവിടെ വന്നിരുന്നു കേൾക്കാം. വരൂ കുട്ടി, ഇവിടെ പോരാ മോനെ. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് സദസ്സിൻ്റെ ബഹുമാനത്തിനാണ്. ഒരക്ഷരം മിണ്ടരുത്. കേൾക്കണ്ടെങ്കിൽ മിണ്ടാണ്ടിരുന്നുള്ളൂ, കണ്ണടച്ചോളൂ, വിരോധമില്ല. പക്ഷെ സംസാരിക്കാൻ പാടില്ല. ഞാൻ ദേഷ്യപ്പെട്ടിട്ടല്ല പറയണേ, സ്നേഹം കൊണ്ടാ പറയണേ. സമ്മതിച്ചോ? അവരെന്താ അവിടെ കലർന്നിരിക്കുക? അല്ല, ആൺകുട്ടീനെ. ശരി. അപ്പോൾ ഈ ലോകത്തിൽ എന്തു തന്നെ വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റില്ല, സംലയിപ്പിക്കാൻ പറ്റില്ല, ആത്മസാത്കരിക്കാൻ പറ്റില്ല എന്ന് മിണ്ടരുത്. ലോകമേ, നീ എന്തു വേണമെങ്കിൽ തന്നോ, ഞാനിതിനെ സ്വീകരിച്ച് ലയിപ്പിക്കാം, ഞാൻ അസിമിലേറ്റ് ചെയ്തോളാം, എന്നിട്ട് ധന്യമായിക്കോളാം എന്ന് നിങ്ങൾ തുറപ്പിന്ന് പറയണം. അത് പറയിപ്പിക്കാനാണ് ഈ ശിബിരം. നിങ്ങളൊക്കെ ആട്ടുംകുട്ടികളായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മടങ്ങിപ്പോണത് സിംഹക്കുട്ടികളായിട്ട് വേണം പോകാൻ. സമ്മതിച്ചോ? സമ്മതിച്ചോ? ആ, ശരി. കാശി, ബനാറസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഈ കാശിയിൽ പലരും പോവും. അവിടെ പോയി മരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണെന്നൊക്കെയാണ് പറയുക. ഇന്ത്യ രാജ്യത്തിന് നാനാഭാഗത്തു നിന്നും, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കാശിയിൽ പോയി ദിനങ്ങളോളം താമസിക്കുന്ന മനുഷ്യരുണ്ട്. കാശിയിൽ വിശ്വനാഥനാണ്, വിശ്വത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ളൊരു പ്രതിഷ്ഠയാണ്. അടുത്ത കാലത്ത് ആ കാശിയിലെ ക്ഷേത്രം മുഴുവനും സ്വർണം പൂശി അവിടെ പുതിയ വഴിയൊക്കെ ഉണ്ടാക്കി. മുമ്പ്
2 ലക്ഷമോ 1 ലക്ഷമോ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 ലക്ഷം 5 ലക്ഷം ആൾക്കാരൊക്കെയാണ് പ്രതിദിനം വരുന്നത് അവിടെ പഴയ കാലത്ത് ഒരു മഹാരാജാവ് കാശി സന്ദർശിക്കാൻ പോയി. എന്ത്? കാശി സന്ദർശിക്കാൻ പോയി. അവിടെ പോയി കാശി വിശ്വനാഥനെ കണ്ടു. രാജാവ് മടങ്ങി വന്നില്ല. നമ്മൾ പോയി കണ്ടത് കാശി വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞാലും കല്ലാണല്ലോ ഈ പ്രതിഷ്ഠ. ആ കല്ല് സംസാരിക്കുമോ? കല്ല് കാണുമോ? മഹാരാജാവ് പോയത് കല്ലറിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പിന്നെ എന്താ ഈ പോയി എന്നതിലൊരു മഹത്വമുള്ളത്? രാജാവിന് തൃപ്തിയായില്ല. അപ്പം നല്ലവരൊക്കെ ക്ഷേത്ര ദർശനം കഴിച്ചാൽ അവിടെ അടുത്ത പരിസരത്ത് വല്ല മഹാത്മാക്കളോ സന്യാസിമാരോ തപസ്വികളോ ജ്ഞാനികളോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ രാജാവ് അവിടെ തങ്ങി നിന്ന് ചിലരോടൊക്കെ ചോദിച്ചു, ഇവിടെ മഹാത്മാക്കളായി ജ്ഞാനികളായി വല്ലവരും ഉണ്ടോ, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. 2 ദിവസം ആരും ഒന്നും മിണ്ടിയില്ല. 3-ാം ദിവസം പറഞ്ഞു, ഇവിടെ ഒരു സന്യാസിൻ്റെ ഒരു കുടീരത്തിലാണ് താമസിക്കണേ, പോയി കണ്ടോളൂ. രാജാവ് പോയി. ഒരു തളികയിൽ ധാരാളം പഴങ്ങളൊക്കെ മേടിച്ച് അതിൽ സ്വർണ്ണ നാണയങ്ങളൊക്കെ വെച്ച് അവിടെ ചെന്ന് കാക്കൽ വെച്ച് നമസ്കരിച്ചു. എണീറ്റ് സന്യാസിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു പരിചയം തോന്നുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ രാജാവിൻ്റെ സഹപാഠിയായിരുന്നു അത്രയധികം. സ്കൂളിൽ ക്ലാസ്മേറ്റായിരുന്നു. പരസ്പരം സംസാരിച്ചപ്പോൾ സന്യാസിയും സമ്മതിച്ചു, രാജാവും സമ്മതിച്ചു, സഹപാഠികളായിരുന്നു. അപ്പോൾ ഒരു പുതിയ ബന്ധമൊന്നുമില്ലോ അതിന്. രാജാവ് മടങ്ങിപ്പോയി. പിന്നെ വരുന്നത് കാശി വിശ്വനാഥനെ കാണാനില്ല. അവിടെ ഒന്ന് ഔപചാരികമായി തൊഴും, ഉടനെ സന്യാസിയുടെ അടുത്ത് പോവും. കുറേ നേരം സത്സംഗം എന്നാണ് അതിന് പറയുക. അവർ സത്യത്തിനെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ വൈഭവങ്ങളെക്കുറിച്ചൊക്കെ പറയും. അത് കേട്ട് അങ്ങനെ പോരാറുണ്ട്. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ സന്യാസിയുടെ അടുത്ത് നിന്ന് ദീക്ഷയൊക്കെ മേടി ശിഷ്യനായി. അപ്പോൾ ശിഷ്യനായപ്പോൾ തൻ്റെ ഗുരുവാണ് എന്നൊരു തോന്നലുണ്ടല്ലോ. ഒരു ഗുരുവാണെന്നൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ അതോടുകൂടി ഒരു മമത, ഒരു സ്നേഹമൊക്കെ വന്നു. അദ്ദേഹം ഉടുക്കണത് മരവുരിയാണ്. എന്ത്? മരവുരി എന്ന് പറഞ്ഞാൽ എന്താ? മരത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ചില തോലുകൾ ഒരു ചരട് വെച്ച് അരയിൽ കെട്ടുന്ന മരവുരിയുണ്ട്. പരപരാന്തിരിക്കുമല്ലോ, 1/2 ഇഞ്ച് കനം. അപ്പോൾ ഗുരു ഉടുക്കുന്നത് ഈ മരവുരിയാണല്ലോ. അത് രാജാവിന് അത്ര ഇഷ്ടമായില്ല. രാജാവ് പണമൊക്കെ ധാരാളമുള്ള ആളല്ലേ. അപ്പോൾ വളരെ താഴ്മയോട് കൂടി പറഞ്ഞു, അത്രേ, ഗുരു, അങ്ങനെ മരവുരി ഉടുത്ത് കാണുന്നത് എനിക്ക് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ തുണി കൊണ്ടുള്ള വെളുത്ത വസ്ത്രം കാവിയിൽ മുക്കി പതിവായി അയച്ചു തരാം. അയച്ചു തന്നാൽ അതങ്ങ് കൊടുക്കണം. കേട്ടു നിങ്ങൾ? പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ? നല്ലതല്ലേ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ പറയുമോ പറയാതെ ഇരിക്കുമോ? പറയും. സന്യാസി അത് കേട്ടിട്ടൊന്ന് ചിരിച്ചു അത്രമല്ലേ. എന്നിട്ട് പറഞ്ഞു, ആ പറഞ്ഞ ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. അത് ഞാനിപ്പോൾ പഠിപ്പിച്ചില്ലെങ്കിലും നമ്മുടെ വിജയമേനോ ബാക്കി ആരെങ്കിലും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. പത്മനാഭനൊക്കെ പഠിപ്പിക്കാം. ഞാനത് ചൊല്ലി കേൾപ്പിക്കാം. മഹാരാജാവേ, സന്യാസി വിളിക്കുമ്പോൾ രാജാവേ എന്നൊന്നുമല്ല, പേര് പറഞ്ഞ് വിളിച്ചു. ശിഷ്യനാണെങ്കിൽ ഗുരുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമല്ലോ. എന്നിട്ട് പറഞ്ഞു, വയമിഹ പരിതുഷ്ടാവൽക്കലൈസ്ത്വം ദുഗൂലൈ സമൈവ പരിദോഷോ നിർവിശേഷോ വിശേഷ സതു ഭവതി ദരിദ്രോ യസ്യ തൃഷ്ണാ വിശാല മനസി ച പരിതുഷ്ടേ കോർത്ഥവാൻ കോദരിദ്ര. ഇന്ത്യ രാജ്യത്തിൽ അങ്ങ് തൊട്ട് ഇങ്ങോളം, ഹിമാലയം മുതൽക്ക് കന്യാകുമാരി വരെ, തെക്ക് തൊട്ട് വടക്ക് വരെ, കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ, എവിടെ പോയാലും നിങ്ങൾക്ക് ഈ ശ്ലോകം ചിലരുടെ മുഖത്തിൽ നിന്നെങ്കിലും കേൾക്കാം. എന്താ പറഞ്ഞേ സന്യാസി? വയമിഹ പരിതുഷ്ടാവൽക്കലൈ. ഞങ്ങളെപ്പോലെയുള്ളവർ മരവുരി ഉടുത്താൽ പരമസന്തോഷമാണ് ഞങ്ങൾക്ക്. ആദ്യം ഉടുത്തപ്പോൾ ഇത്തിരി കനം കൂടുതൽ, ഇത്തിരി ഒരു ഉരച്ചിലൊക്കെ തോന്നി.
ഇപ്പം അതില്ലെങ്കിൽ തുണി ഉടുത്തിട്ടുണ്ടെന്ന് തന്നെ തോന്നില്ല. അത്ര സുഖമായിട്ടാണ് കഴിയണത്. അങ്ങയ്ക്ക് പട്ടുവസ്ത്രവും സിംഹാസനവും വേണം. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മരവുരി നിരത്തുരുന്നാൽ മതി. വൽക്കലൈസ്ത്വം ദുകൂലൈ സമൈവ പരിതോഷോ നിർവിശേഷോ വിശേഷ. വൽക്കലം കൊടുത്ത് എനിക്ക് കിട്ടുന്നത് പട്ടുടുത്തിട്ട് അങ്ങേക്ക് കിട്ടുന്നതുമാണ് സന്തോഷമാണ് മഹാരാജാവേ. സന്തോഷം പട്ട് രചിക്കുന്നതോ വൽക്കലം രചിക്കുന്നതോ അതോ മനസ്സ് രചിക്കുന്നതോ? എന്താ മിണ്ടാത്ത? സന്തോഷം എന്ന് പറയുന്നത് ഒരു വികാരമല്ലേ കുട്ടികളെ? ആ വികാരം വസ്തുക്കൾക്കുണ്ടോ? ജഡവസ്തുക്കൾക്കുണ്ടോ? അത് മനസ്സിനല്ലേ ഉള്ളൂ. അപ്പോൾ വൽക്കലം കൊടുത്ത് എൻ്റെ മനസ്സ് പരമസന്തുഷ്ടമാകുന്നു. പട്ടുടുത്തിട്ട് അങ്ങയ്ക്കും സന്തോഷമുണ്ട്. അപ്പോൾ പട്ടും വൽക്കലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലുണ്ടോ? അപ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനത്തെ കൂട്ടരെ ഒന്ന് പറയൂ. ഒരു ഭാഗത്ത് മരവുരി, മറുഭാഗത്ത് പട്ട്, വീരവാളിപ്പട്ട്. ഇത് രണ്ടിനെയും ഒരുപോലെ ആക്കി മനുഷ്യൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ മാറ്റ്. സമൈവ പരിതോഷോ നിർവിശേഷോ വിശേഷ. വൽക്കരധാരിയായിരിക്കുന്ന ഞാനും പട്ടുധാരിയായിരിക്കുന്ന അങ്ങയും തമ്മിൽ കണ്ടാൽ വ്യത്യാസമുണ്ടെങ്കിലും മനസ്സിൻ്റെ തലത്തിൽ ഒരു വ്യത്യാസവുമില്ല. സന്തോഷം തുല്യമാണ്, തുല്യമാണ്, തുല്യമാണ്. ഇതാണ് നിങ്ങളുടെ മനസ്സിൻ്റെ മഹിമ. പ്രകൃതി ഒളിപ്പിച്ചു വെച്ച മനസ്സിൻ്റെ മഹിമയാണത്. സതുഭവതി ദരിദ്രോ യസ്യ തൃഷ്ണാ വിശാല. ആരുടെ മനസ്സിലാണോ ആഗ്രഹവും അത്യാർത്തിയും വളരെ വിപുലമായിട്ടുള്ളത്, ആ ആളാണ് ദരിദ്രൻ. മനസ്സി ച പരിതുഷ്ടേ കോർത്ഥവാൻ കോ ദരിദ്ര. മനസ്സ് സന്തോഷിച്ചു കഴിഞ്ഞാൽ മഹാരാജാവേ, ആരാണ് പണക്കാരൻ, ആരാണ് പിച്ചക്കാരൻ? ആരാണ് പണക്കാരൻ, ആരാണ് പിച്ചക്കാരൻ? മനസ്സങ്ങോട്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാവശ്യവും നമുക്കില്ല, ഒരാവശ്യവും നമുക്കില്ല. സ്വർണം ഭൂ ഭൂ, വീരാളിപ്പട്ട് ഛൂ. മനസ്സിനോട് അടുക്കണ്ട. മനസ്സിലൊന്നും പുതയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. ശരീരത്തിനെ പുതയ്ക്കാനും വസ്ത്രം ധരിപ്പിക്കാനേ പറ്റുള്ളൂ. മനസ്ഥലത്തിൽ ഒരു സാധനം പുറത്തുനിന്ന് കിടന്ന് ചെല്ലില്ല. ആ മനസ്സിൻ്റെ ഉടമസ്ഥന്മാരാണ് ഞങ്ങൾ. ആ മനസ്സുകൊണ്ട് സർവത്തിനെ മൂല്യാങ്കണം ചെയ്യുന്നവരാ, വിലയിരുത്തുന്നവരാണ് എന്ന് പറഞ്ഞു. അന്ന് മുതൽക്ക് ഇത് വലിയ ഒരു വിശേഷ സംഭവമായി. ഭർതൃഹരിയുടെ വൈരാഗ്യ ശതകത്തിലുള്ള ശ്ലോകമാണിത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുപോലെ നിങ്ങളെ കുറേ സുഭാഷിതങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഒരൊറ്റ സുഭാഷിതം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പുതുതായി രൂപീകരിക്കാൻ. ഒരൊറ്റ എണ്ണം തന്നെ. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരി. ആ ശ്ലോകം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാൻ ചൊല്ലു. എന്നിട്ട് ഞാൻ പോവായി. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. നിത്യോത്സവോ, പോരാ, തൃപ്തിയായില്ല, അസലായിട്ട് ചൊല്ലു. നിത്യോത്സവോ ഭവേത്തേഷാം നിത്യശ്രീ നിത്യമംഗളം യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗലായതനം ഹരി. ശ്രീഹരി, പരമകല്യാണനിധിയായിരിക്കുന്ന ശ്രീഹരി മംഗളസ്വരൂപിയാണ്, മംഗളങ്ങളുടെ പാർപ്പിടമാണ്. ആ ശ്രീഹരി ആരുടെ ഹൃദയത്തിലാണോ അധിവസിക്കുന്നത് ആ ആൾക്ക് എപ്പോൾ നോക്കിയാലും ഐശ്വര്യവും ശ്രീത്വവുമാണ്. നിത്യോത്സവ, മനസ്സിന് ഉത്സവം. ആനപ്പൂരവും കുതിരപ്പൂരവും ഒന്നുമല്ല. അത് വല്ലവരും എടുത്ത് ഇങ്ങനെ ഇനിയും ചാടിയാൽ കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ ചാടിയത് തന്നെ ക്ഷീണിച്ച് മുണ്ടാൻ്റെ പോകും. ഈ മനസ്സ് നിത്യം നിരന്തരം രചിക്കുന്ന ഉത്സവമാണ്. നിത്യോത്സവോ ഭവേത്തേഷാം.
അവർക്ക് നിത്യം ഉത്സവമാണത്രേ മനസ്സിൽ. നിത്യശ്രീ, നിത്യമംഗലം, നിത്യമംഗലമാണ്. ആരുടെ ഹൃദയത്തിലാണോ മംഗളായതനമായിരിക്കുന്ന ശ്രീഹരി അധിവസിക്കുന്നത്, അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഭഗവാനെ പിടിച്ച്, എൻ്റെ ഭഗവാനെ, പൊന്നു ഭഗവാനെ, വരൂ എൻ്റെ ഹൃദയത്തിലിരിക്കൂ, എന്നെ വിട്ടുപോകരുത്. വേണ്ടി വന്നാൽ മനക്കയറുകൊണ്ട് കെട്ടണം, സ്നേഹക്കയറുകൊണ്ട് കെട്ടണം. എവിടെ? കാലിൽ കെട്ടണം. യശോദ അരയിലാണ് കെട്ടിയത്, അപ്പോൾ കൊണ്ടങ്ങോട്ട് നടന്നു. കാലിൽ കെട്ടിയാൽ കൃഷ്ണൻ പോയിട്ടുണ്ടാവില്ല. കാലങ്ങോട്ട് പിടിച്ച് കെട്ടണം. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ സന്ദേശം. ആരാണോ പ്രണയം എന്ന് പറയുന്ന കയറുകൊണ്ട് ശ്രീഹരിയുടെ പാദങ്ങളെ വരിഞ്ഞു കെട്ടി ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത്, ആ ആളാണ് ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ, ശ്രേഷ്ഠൻ, ആരാധ്യൻ. നിങ്ങളുടെ മനസ്സ് പ്രസന്നമാകണം. മനസ്സ് പ്രസന്ന മനസ്സ്. അതുപോലെ നിങ്ങൾക്ക് അതിസൂക്ഷ്മമായിരിക്കുന്ന ബുദ്ധി വേണം. നല്ല നിറഞ്ഞ ഹൃദയവും വേണം. നിങ്ങളുടെ ഹൃദയം നിറയണം. ഒരു പിച്ചത്തരവും ഒരു ഏഴത്തരവും അവിടെ പാടില്ല. ബുദ്ധി തെളിഞ്ഞ് ഗുണദോഷങ്ങളെ ആലോചിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കി തരാനുള്ള ക്ഷമതയും സാമർഥ്യവും ബുദ്ധിക്ക് വേണം, സൂക്ഷ്മതയും. മനസ്സ് പ്രസന്നമാവണം, ബുദ്ധി സൂക്ഷ്മമാവണം, ഹൃദയം നിറയണം. ഇതാണ് നമുക്ക് ആവശ്യം. ഈ ശിബിരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇവിടെ വരുന്ന പഠിപ്പും അതോടനുബന്ധിച്ച മറ്റ് പരിശീലനങ്ങളുമെല്ലാം ആ വഴിക്ക് നീങ്ങട്ടെ. എല്ലാവരും നല്ല സരസ്വതി വിലാസത്തോട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും വേണ്ടതുപോലെ പ്രചോദിപ്പിച്ച് പ്രശോഭിപ്പിച്ച് അതിന് സാഫല്യവും വൃദ്ധിയും വികാസവും പ്രസന്നതയും എല്ലാം ഉണ്ടാകും. ഞാൻ നിർത്തുകയാണ്. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എന്താ അത്ര നാണം? അയ്യേ, നിങ്ങളുടെ നാണം കണ്ടിട്ട് എനിക്ക് നാണം തോന്നുക. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ. അസ്സലായി, വലിയ ഇഷ്ടമായി. എല്ലാവരുടെയും ഞാൻ മനസ്സിൽ കൊണ്ടുപോകും. ഞാനൊരു ശ്ലോകം പറഞ്ഞ് നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവതിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. സമാപന ഓങ്കാരം എല്ലാവരും കൂടി ജപിക്കുക. കൈകോർത്ത് മടിയിൽ വെച്ച് നിവർന്നിരുന്ന് കണ്ണടച്ച് ലോകം മുഴുവനും വ്യാപിക്കത്തക്ക വിധത്തിൽ ചേർന്ന് ജപിക്കുക. ഓ ഹരി. നിങ്ങളൊക്കെ കണ്ണിലുണ്ണികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മിടുക്കന്മാരാവണം, മിടുക്കികളാവണം. ശരി, ഇവിടെ ഇനി നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന് അതെടുക്കുന്നവരുടെ ഹസ്തങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. വേണ്ടി വന്നാൽ വരാം.